നിങ്ങൾക്ക് വയറ്റിലോ അതോ ഗ്രോയിനിലോ ചെറിയൊരു വേദനയും സ്വെല്ലിങ്ങുമായിട്ട് ഉണ്ടെങ്കിൽ അത് ഹെർണിയയുടെ ലക്ഷണമാവാം. എന്താണ് ഹെർണിയ? അപ്പോൾ നമ്മുടെ വയറിൻ്റെ മസിലിൽ വരുന്ന ബലക്കുറവ് കാരണം ഉള്ളിലത്തെ കുടൽ പുറത്തേക്ക് തള്ളി വരുന്നതിനെയാണ് നമ്മൾ ഹെർണിയ എന്ന് പറയുന്നത്. ഹെർണിയ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വയറിൻ്റെ മസിലിൻ്റെ ബലക്കുറവ് കാരണമാണ് വരുന്നത്. ഇത് നമ്മുടെ വയറിൽ മൾട്ടിപ്പിൾ സർജറീസ് ചെയ്തുകൊണ്ടാവാം, അല്ലെങ്കിൽ പ്രായമായവർക്ക് മസിൽ വീക്ക്നെസ് ആവുന്നതുകൊണ്ടാവാം, ഹെവി വെയ്റ്റ് ലിഫ്റ്റിംഗ്, കോൺസ്റ്റിപ്പേഷൻ, പിന്നെ സ്മോക്കിംഗ്, ഒബീസിറ്റിയും ഹെർണിയ വരാനുള്ള കാരണങ്ങളിൽ പെടും. ഹെർണിയയ്ക്ക് ട്രീറ്റ്മെൻറ്റായിട്ട് സർജറി ഉള്ളൂ. അതിന് നമുക്ക് ഓപ്പൺ സർജറി ഉണ്ട്, ലാപ്രോസ്കോപ്പിക് സർജറി ഉണ്ട്. രണ്ടിലും നമ്മൾ ചെയ്യുന്നത് ഹെർണിയയുടെ ഡിഫക്റ്റിനെ വന്ന് ഒരു മെഷ് വച്ച് ക്ലോസ് ചെയ്യലാണ്. സാധാരണ ഹെർണിയ പേഷ്യൻ്റ് കിടക്കുമ്പോൾ തന്നെ അത് പുറത്തേക്ക് തള്ളി വന്ന ഭാഗം ഉള്ളിലേക്ക് പോകും. അത് നമ്മൾ റെഡ്യൂസിബിൾ എന്ന് പറയും. ഇപ്പോൾ അത് ഉള്ളിലേക്ക് പോവാത്ത കണ്ടീഷൻ, ഇറെഡ്യൂസിബിൾ ഹെർണിയ. പേഷ്യൻറ്റിന് സിവിയർ പെയിൻ ആയിട്ടുണ്ട്, വോമിറ്റിംഗ് ഉണ്ട്, അബ്സല്യൂട്ട് കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്. അങ്ങനത്തെ കണ്ടീഷനിൽ ഇമ്മീഡിയറ്റായിട്ട് ഡോക്ടറെ കാണുകയും എമർജൻസി സർജറി വേണ്ടി വന്നേക്കാം. മെഷ് വെച്ച് സർജറി കഴിഞ്ഞാലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ 3 months വരെ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചെയ്യാൻ പാടില്ല. പിന്നെ ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ, കോഫിങ് അതെല്ലാം അവോയ്ഡ് ചെയ്യണതാണ്. പോസ്റ്റ് സർജറി നല്ല ഫൈബർ റിച്ച് ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട്. കുട്ടികളിലും ഹെർണിയ വരാം, നമ്മൾ കൺജനിറ്റൽ ഹെർണിയ എന്ന് പറയും. അപ്പോൾ കുട്ടി കരയുമ്പോഴോ അതോ ചുമയ്ക്കുമ്പോഴോ ഗ്രോയിൻ്റെ ഏരിയയിൽ ഒരു മുഴ പോലെ തള്ളി വരുന്നുണ്ടെങ്കിൽ പാരൻസ് അത് ശ്രദ്ധിക്കുക. ഉടനെ തന്നെ ഒരു പീഡിയാട്രീഷ്യനെ കാണിക്കുക. Lakshmi Hospital, the trusted family hospital.